CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. മദർ കെയർ ഹോസ്പിറ്റൽ, പ്രൊവൈഡിംഗ് കെയർ വിത്ത് കൈൻഡ്നസ്. നമസ്കാരം. CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കുറുക്കന്റെ കടിയേറ്റ് ചികിത്സയിലായിരുന്ന വീട്ടമ്മ മരിച്ചു. തിരൂർക്കാട് ഇല്ലത്തുപറമ്പ് പുഴയ്ക്കൽ കാളിയാണ് തിങ്കളാഴ്ച രാവിലെ മരിച്ചത്. മാർച്ച് 8 രാവിലെ തിരൂർക്കാട് ശിവക്ഷേത്രത്തിനു സമീപം വയലിൽ വെച്ചാണ് കുറുക്കൻ കടിച്ച് പരിക്കേൽപ്പിച്ചത്. അലനല്ലൂർ പഞ്ചായത്തിലെ മലയോര മേഖലയായ ചളവ, താണിക്കുന്ന് പ്രദേശങ്ങളിൽ വേനൽ മഴയ്ക്കൊപ്പം എത്തുന്ന ശക്തമായ കാറ്റ് നാശം വിതച്ചു. വ്യത്യസ്ത ദിവസങ്ങളിലുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും ലക്ഷക്കണക്കിന് രൂപയുടെ വാഴകൃഷി നശിച്ചു. കാർബൺ ന്യൂട്രൽ പദ്ധതിയുടെ ഭാഗമായി ഔഷധ ഗ്രാമത്തിന് തുടക്കം കുറിച്ച് ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത്. ലോക വനദിനത്തോടനുബന്ധിച്ച് ഒറ്റപ്പാലം MLA അഡ്വക്കേറ്റ് K. പ്രേംകുമാർ വലംഭിലിമംഗലം ALP സ്കൂളിൽ ചന്ദനത്തൈ നട്ട് ഉദ്ഘാടനം ചെയ്തു. വിൽപ്പനയ്ക്കായി അനധികൃതമായി കൊണ്ടുവന്ന വിദേശ മദ്യവുമായി 2 പേർ കല്ലടിക്കോട് പോലീസിന്റെ പിടിയിൽ. 50 ലിറ്റർ വിദേശ മദ്യം ഇവരിൽ നിന്നും പിടിച്ചെടുത്തു. കുറുക്കന്റെ കടിയേറ്റ് ചികിത്സയിലായിരുന്ന വീട്ടമ്മ മരിച്ചു. തിരൂർക്കാട് ഇല്ലത്തുപറമ്പ് പുഴയ്ക്കൽ കാളിയാണ് തിങ്കളാഴ്ച രാവിലെ മരിച്ചത്. മാർച്ച് 8 രാവിലെ തിരൂർക്കാട് ശിവക്ഷേത്രത്തിന് സമീപം വയലിൽ വെച്ചാണ് കുറുക്കൻ കടിച്ച് പരിക്കേൽപ്പിച്ചത്. തിരൂർക്കാട് ഇല്ലത്തുപറമ്പ് പുഴയ്ക്കൽ വേലുവിന്റെ മകൾ കാളിയാണ് തിങ്കളാഴ്ച രാവിലെ മരിച്ചത്. 65 വയസ്സായിരുന്നു. മാർച്ച് 8 രാവിലെ തിരൂർക്കാട് ശിവക്ഷേത്രത്തിനു സമീപം വയലിൽ വെച്ചാണ് കുറുക്കൻ കടിച്ച് പരിക്കേൽപ്പിച്ചത്. തിരൂർക്കാട് പുഴയ്ക്കൽ വാസുവിന്റെ ഭാര്യ ദേവകിയെയും കുറുക്കൻ കടിച്ചിരുന്നു. തൊഴിലുറപ്പ് തൊഴിലാളികളായ ഇരുവരും അങ്ങാടിപ്പുറം പഞ്ചായത്തിലെ തൊഴിലുറപ്പ് തൊഴിലാളികളാണ്. ജോലിക്ക് പോകുന്ന സമയത്താണ് കുറുക്കന്റെ കടിയേറ്റത്. കാളിയുടെ മുഖത്തും കണ്ണിനും സാരമായി പരിക്കേറ്റിരുന്നു. ഹരിപ്ര കിണറ്റിങ്ങത്തൊടി മജീദിനും കുറുക്കന്റെ കടിയേറ്റിരുന്നു. മറ്റു 2 പേരുടെയും പരിക്ക് ഗുരുതരമായിരുന്നില്ല. ഗുരുതരമായി പരിക്കേറ്റ കാളിയെ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നിന്നും വിദഗ്ധ ചികിത്സയ്ക്കായി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിരുന്നു. ഒരാഴ്ചത്തെ ചികിത്സയ്ക്കു ശേഷം മെഡിക്കൽ കോളേജിൽ നിന്നും ഡിസ്ചാർജ് ചെയ്തു. വീട്ടിൽ തുടർ ചികിത്സയിൽ കഴിയവെയാണ് കാളിയുടെ മരണം. മങ്കട പോലീസ് ഇൻക്വസ്റ്റ് നടത്തി. മഞ്ചേരി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തി. ഷൊർണൂർ ശാന്തിതീരം ശ്മശാനത്തിൽ സംസ്കരിച്ചു. CCN പെരിന്തൽമണ്ണ. അലനല്ലൂർ പഞ്ചായത്തിലെ മലയോര മേഖലയായ ചളവ, താണിക്കുന്ന് പ്രദേശങ്ങളിൽ വേനൽ മഴയ്ക്കൊപ്പം എത്തുന്ന ശക്തമായ കാറ്റ് നാശം വിതച്ചു. വ്യത്യസ്ത ദിവസങ്ങളിലുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും ലക്ഷക്കണക്കിന് രൂപയുടെ വാഴകൃഷി നശിച്ചു. ആലിപ്പറമ്പിൽ കേശവന്റെ വിളവെടുപ്പിന് പാകമായ 3000-ഓളം വാഴകളും നിലം പൊത്തി. ഇദ്ദേഹം പാട്ടത്തിനെടുത്ത് കൃഷി ഇറക്കിയ നാട്ടുപൂവൻ, നേന്ത്രവാഴ എന്നിവയാണ് നശിച്ചത്. 9 ലക്ഷത്തോളം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നതായി കർഷകൻ പറഞ്ഞു. നഷ്ടപരിഹാരം നൽകാൻ ബന്ധപ്പെട്ടവർ തയ്യാറാവണമെന്ന് കർഷക സംഘം എടത്തനാട്ടുകര വില്ലേജ് കമ്മിറ്റി പ്രസിഡന്റ് കൃഷ്ണൻ ആവശ്യപ്പെട്ടു. കൃഷിയുണ്ട്, വീടുകളും പോയിട്ടുണ്ട്. ഇപ്പം ഈ നിൽക്കുന്ന തോട്ടത്തിൽ പറഞ്ഞാൽ 3000 വാഴ വെച്ചിട്ടുണ്ട് ഒരാൾ, കേശവൻ, ആലപ്പറമ്പിൽ കേശവൻ. ഇയാളിതിൽ വെട്ടാനായതും കുലച്ച് നിൽക്കുന്നതായിട്ടുള്ള വാഴകളാണ് എല്ലാം പോയിട്ടിരിക്കുന്നത്. ഇത് കടം വാങ്ങിയിട്ടും ലോൺ എടുത്തിട്ടൊക്കെ ഇയാൾ കൃഷി ചെയ്താണ്. ഇതിൻ്റെ നഷ്ടം എന്ന് പറഞ്ഞാൽ നമുക്ക് കണക്കാക്കാൻ പറ്റില്ല. അപ്പോൾ അതിന് അധികൃതർ അതിനുള്ള മേൽനടപടി സ്വീകരിച്ച് തക്കതായ ഒരു ഇത് ചെയ്തു കൊടുക്കണം. ഇത് പറഞ്ഞാൽ എങ്ങനെയാണെങ്കിൽ കർഷകരെ എങ്ങനെ കൃഷിയിലേക്ക് എത്തുക എന്നുള്ളത് പറയാൻ പറ്റില്ല. കൃഷിയിൽ നിന്ന് പിന്നോട്ട് പോകാൻ ഇപ്പോൾ ഇതൊക്കെ തന്നെയാണ് കാരണങ്ങളും ഇതുള്ളത്. അപ്പോൾ ഈ കർഷകന് തക്കതായ എന്തെങ്കിലും ഒരു പ്രതിഫലം അധികൃതർ വാങ്ങിച്ചു കൊടുക്കണം എന്നുള്ളതാണ് പറയാനുള്ളത്. മരം വീണ് കൊഴിഞ്ഞുപോക്കിൽ കൃഷ്ണൻ, പടിക്കപ്പാടം അലി എന്നിവരുടെ കോഴിഫാമും പൂർണ്ണമായി തകർന്നു. നാശനഷ്ടങ്ങളുണ്ടായ സ്ഥലങ്ങളിൽ അലനല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജന സത്താർ, ഗ്രാമപഞ്ചായത്ത് അംഗം P. രഞ്ജിത്ത്, ഡെപ്യൂട്ടി തഹസിൽദാർ അബ്ദുൾ സലീം എന്നിവരുടെ നേതൃത്വത്തിൽ സന്ദർശിച്ചു. CCN ചത്തല്ലൂർ. കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിലെ കൊമ്പം പെട്രോൾ പമ്പ് കഴിഞ്ഞുള്ള വളവിൽ നിയന്ത്രണം വിട്ട് മിനി വാൻ മറിഞ്ഞ് അപകടം. പെരിന്തൽമണ്ണയിൽ നിന്നും മണ്ണാർക്കാട്ടേക്ക് പോകുകയായിരുന്ന വാഹനമാണ് നിയന്ത്രണം വിട്ട് മറിഞ്ഞത്. പെരിന്തൽമണ്ണ സ്വദേശികളുടേതാണ് വാഹനം. അപകടത്തിൽ യാത്രക്കാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. അതുവഴി വന്ന ലോറി ഡ്രൈവർമാരും നാട്ടുകാരുമാണ് അപകടത്തിൽപ്പെട്ടവരെ രക്ഷപ്പെടുത്തിയത്. മിനി വാൻ ഇതുവഴി വന്ന കാറിൽ ഇടിക്കാതിരുന്നത് വൻ ദുരന്തം ഒഴിവായി. കാർ പോയതിനു ശേഷമാണ് മിനി വാൻ മറിയുന്നതും CCTVയിൽ കാണുന്നുണ്ട്. CCN ചത്തല്ലൂർ.
ശക്തമായ ചുഴലിക്കാറ്റിൽ ചത്തല്ലൂരിൽ പന പൊട്ടിവീണ് അപകടം. 20 അടിയോളം നീളമുള്ള പനയുടെ പാതി ഭാഗമാണ് പാതി റോഡിലും പാതി മതിലിലും വീണ് അപകടമുണ്ടായത്. ചത്തല്ലൂർ അമ്പലത്ത് ജയചന്ദ്രന്റെ വീടിന്റെ മുറ്റത്തേക്കാണ് പന പൊട്ടി വീണത്. വൈകിട്ടുണ്ടായ ശക്തമായ ചുഴലിക്കാറ്റിൽ വീടിന് സമീപത്തുള്ള വർഷങ്ങളോളം പഴക്കമുള്ള പനയുടെ പാതി ഭാഗം പൊട്ടി കാറ്റിൽ വീടിന്റെ മുറ്റത്ത് വീണു. ഗേറ്റിന്റെ മതിലും വീടിന്റെ ചുറ്റുമതിലുകളും തകർന്നു. വീടിന്റെ മുകളിലേക്ക് വീഴാതിരുന്നത് വൻ ദുരന്തമാണ് ഒഴിവായത്. പന പൊട്ടി വീഴുന്ന സമയത്ത് വീട്ടുകാർ വീടിന്റെ അകത്തായതുകൊണ്ട് അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടു. ചത്തല്ലൂരിന്റെ തെക്കുമുറി ഭാഗത്ത് റോഡിലേക്ക് തെങ്ങു വീണ് അപകടമുണ്ടായി. വാഹനഗതാഗതം തടസ്സപ്പെട്ടു. മണ്ണാർക്കാട് അമ്പാഴക്കോട് വെള്ളപ്പാടം റോഡിൽ റബ്ബർ മരങ്ങൾ പൊട്ടിവീണ് അപകടമുണ്ടായി. CCN ചത്തല്ലൂർ. പട്ടാപ്പകൽ കാട്ടുപന്നി ഇറങ്ങിയത് വീട്ടുകാരെ പരിഭ്രാന്തിയിലാക്കി. കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിലെ ആര്യമ്പാവ് അരിയൂർ ജുമാ മസ്ജിദിന് സമീപത്താണ് കാട്ടുപന്നി ഇറങ്ങിയത്. ഞായറാഴ്ച വൈകിട്ട് 4 മണിയോടുകൂടിയാണ് കാട്ടുപന്നി ജനവാസ മേഖലയിലേക്ക് ഇറങ്ങി വന്നത്. പന്നിയെ കണ്ടതോടെ പ്രദേശത്തെ വീട്ടുകാരും പരിഭ്രമത്തിലായി. സമീപത്ത് കളിച്ചുകൊണ്ടിരുന്ന കുട്ടികൾ ഭീതിയോടുകൂടി വീട്ടിലേക്ക് ഓടി. വിളറി പിടിച്ച പന്നി സമീപത്തെ വീടുകളിലേക്ക് കയറുകയും ചെയ്തു. പട്ടാപ്പകൽ പന്നി വരുന്നത് ഇവിടെ ആദ്യമായിട്ടാണ്. പ്രദേശത്ത് രാത്രിയിൽ പന്നിശല്യം അതിരൂക്ഷവുമാണ്. ദേശീയപാതയിൽ പന്നിയിടിച്ചുള്ള അപകടങ്ങളും നിത്യസംഭവമാണ്. എന്നാൽ ഇത് ആദ്യമായിട്ടാണ് പകൽ സമയത്ത് വീടുകളിലേക്ക് എത്തുന്നത് എന്ന് നാട്ടുകാർ പറഞ്ഞു. CCN ചത്തല്ലൂർ. ലോക ക്ഷയരോഗ ദിനാചരണ ജില്ലാതല പരിപാടികൾ തിങ്കളാഴ്ച മലപ്പുറത്ത് നടന്നു. ഇതിനു മുന്നോടിയായി വിവിധ നഴ്സിംഗ് സ്കൂൾ വിദ്യാർത്ഥികൾ നഗരത്തിൽ ഘോഷയാത്ര നടത്തി. ഈ വാഹനത്തെ അനുഗമിക്കുന്ന ക്ഷയരോഗ സന്ദേശ യാത്രയെ എല്ലാവരും അനുഗ്രഹിക്കും. രാവിലെ കളക്ടറേറ്റ് ഗ്രൗണ്ടിൽ നിന്നും ആരംഭിച്ച ക്ഷയരോഗ ദിനാചരണ റാലിയോടെയാണ് പരിപാടികൾക്ക് തുടക്കമായത്. തുടർന്ന് 10 മണിക്ക് കുന്നുമ്മൽ മുനിസിപ്പൽ ടൗൺ ഹാളിൽ പൊതുസമ്മേളനം നടന്നു. സമ്മേളനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് MK റഫീഖ ഉദ്ഘാടനം ചെയ്തു. മുനിസിപ്പൽ ചെയർമാൻ മുജീബ് കാടേരി മുഖ്യാതിഥിയായി. ജില്ലാ മെഡിക്കൽ ഓഫീസർ R രേണുക മുഖ്യപ്രഭാഷണം നടത്തി. CCN മലപ്പുറം. വിൽപ്പനയ്ക്കായി അനധികൃതമായി കൊണ്ടുവന്ന വിദേശ മദ്യവുമായി 2 പേർ കല്ലടിക്കോട് പോലീസിന്റെ പിടിയിൽ. 50 ലിറ്റർ വിദേശ മദ്യം ഇവരിൽ നിന്നും പിടിച്ചെടുത്തു. വല്ലപ്പുഴ ചെമ്മൻകുഴി പുത്തൻപീടിയേക്കൽ സൈനലാവുദ്ദീൻ, കരിങ്കല്ലത്താണി തൊടുകാപ്പ് വെള്ളൂർക്കാവിൽ അനസ് എന്നിവരെയാണ് കല്ലടിക്കോട് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ CS സജിയുടെ നേതൃത്വത്തിലുള്ള സംഘം വാഹന പരിശോധനയ്ക്കിടെ പിടികൂടിയത്. കാറിൽ അനധികൃതമായി വിൽപ്പനയ്ക്കായി കടത്തിക്കൊണ്ടുപോകുകയായിരുന്ന 50 ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം പിടികൂടി. ഇവർ സഞ്ചരിച്ചിരുന്ന കാറും കസ്റ്റഡിയിലെടുത്തു. CCN കോങ്ങാട്. ശ്രീകൃഷ്ണപുരം VT ഭട്ടതിരിപ്പാട് കോളേജിലെ ആന്റി നാർക്കോട്ടിക്സ് സെല്ലും NSS യൂണിറ്റുകളും ജീവനി കൗൺസിലിംഗ് സെല്ലും ചേർന്ന് ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. ചെറുപ്പുളശ്ശേരി അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ A സജീവ് ഉദ്ഘാടനം ചെയ്തു. ലോകരാജ്യങ്ങളിൽ ആയുധ വ്യാപാരം ഏറ്റവും കൂടുതൽ സമ്പത്തൊഴുകുന്നു. ആ ഏറ്റവും കൂടുതൽ ആയുധ വ്യാപാരത്തിലുള്ള സമ്പത്തൊഴുകുന്നതിനേക്കാൾ ഇന്ന് അതിനെ അംഗീകരിക്കുന്നതിന് അല്ലെങ്കിൽ 2ാം സ്ഥാനത്ത് നിൽക്കുന്ന വ്യവസായമാണ് ലഹരിയുടെ വ്യവസായം. ലഹരി എന്ന് പറയുന്നത് മയക്കുമരുന്നുകളുടെ വ്യവസായം ലോകത്തിലെ 2ാം സ്ഥാനം അർഹിക്കുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഒരു ലോകത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ നിയന്ത്രിക്കുന്നത് ആ രാജ്യത്തിന്റെ ലഹരി വ്യവസായമാണെന്ന് പറയുമ്പോൾ ഒരു കച്ചവടം പറയാൻ അതിന്റെ സൃഷ്ടാക്കൾ, അതിന്റെ ഫാക്ടറി ഉടമകള്, കമ്പനി ഉടമകള്, മുതലാളിമാർ ആഗ്രഹിക്കുക. ഒരു കമ്പനി പറയാൻ, ഒരു ബാർ കൊണ്ടുവരുന്ന മുതലാളി പറയാം മദ്യം ദോഷമാണ്, നിങ്ങൾ ആരും കുടിക്കരുത്, ഏതെങ്കിലും ബാർ മുതലാളിയോ ഷാപ്പ് കോൺട്രാക്ടറോ പറയുന്നത് കേട്ടിട്ടുണ്ടോ? പറയുമെന്ന് തോന്നുന്നുണ്ടോ? തോന്നില്ല. അതുപോലെയാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ സമ്പത്തൊഴുകുന്ന വ്യവസായമായ ലഹരി എന്ന് പറയുന്നത് വ്യവസായം എന്ന് പറയുന്നത്. പണ്ട് കാലത്ത് നമ്മൾ വേൾഡ്വാറുകളെ കുറിച്ച് പഠിച്ചിട്ടുണ്ടല്ലേ? വേൾഡ്വാർ അതൊക്കെ ഡയറക്റ്റ് ഡിഗ്രിക്കും PGക്കും വന്നവരാണോ? കെട്ടി ഇറക്കി വന്നവരാണോ? വേൾഡ്വാർ പറഞ്ഞില്ല. ഭക്ഷണം കൊടുക്കാറില്ലേ? എന്ത് കുട്ടികളായി ഉറക്കരുത്. ഈ തൃശ്ശൂർ പൂരത്തിന്റെ ശബ്ദം പോലെ വെടിക്കെട്ട് പോലെ ശബ്ദം കേൾക്കുമ്പോഴും ഉറക്കം വരുമോ? നിങ്ങൾ സമ്മതിക്കണം. അങ്ങനെ ഉറങ്ങാൻ പറ്റുമെങ്കിൽ നിങ്ങൾ സമ്മതിക്കണം. കൗൺസിലിംഗ് സെൽ കോർഡിനേറ്റർ കമൽ രാജ് മോഹൻ സ്വാഗതം പറഞ്ഞു. ചടങ്ങിൽ പ്രിൻസിപ്പൽ ഡോക്ടർ സരിത നമ്പൂതിരി അധ്യക്ഷയായി. കോളേജ് മാനേജർ MK നാരായണൻ നമ്പൂതിരി, NSS പ്രോഗ്രാം ഓഫീസേഴ്സ് ശുഭ, ഡോക്ടർ അരവിന്ദ് GS,
ആന്റി നർക്കോട്ടിക് സെൽ കൺവീനർ PV ഭവ്യ എന്നിവർ സംസാരിച്ചു. ജീവനി കൗൺസിലർ A ആര്യ നന്ദിയും പറഞ്ഞു. CCN കടമ്പഴിപ്പുറം. കടമ്പഴിപ്പുറം ഗ്രാമപഞ്ചായത്ത് തല ജാഗ്രതാ സമിതി രൂപീകരിച്ചു. പ്രസിഡന്റ് ശാസ്തകുമാർ ഉദ്ഘാടനം ചെയ്തു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷാംപുജം അധ്യക്ഷത വഹിച്ചു. ഗീത, റസിയ എന്നിവർ ക്ലാസ് എടുത്തു. ഇതിലൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ജാഗ്രത പാലിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ സമൂഹത്തിലെ കാർന്നു നിന്നുകൊണ്ട് നടക്കുന്ന 2 വിപത്തുകളാണ് ഓൺലൈൻ തട്ടിപ്പും പിന്നെ നമ്മുടെ പ്രസിഡന്റ് നമ്മളെല്ലാവരും അറിയിച്ചിരുന്ന ഈ പറയുന്ന മയക്കുമരുന്നുകളുടെ അമിതമായ ഉപയോഗം. നമ്മൾ കാണുന്നതിനേക്കാളും എത്രയോ ഉയരങ്ങളിലാണ്, എത്രയോ ഉയർന്നു നിൽക്കുകയാണ് നമ്മുടെ സമൂഹത്തിലെ ഈ 2 വിപത്തുകൾ. എങ്ങനെയാണ് നമ്മൾ നമ്മുടെ ചെറിയ മക്കളെ വളർത്തിക്കൊണ്ടുവരിക? എല്ലാവർക്കും അതിലൊരു ഭയമാണ് അല്ലെ? നമ്മളുടെ മനസ്സിൽ എല്ലാവർക്കും ഉള്ള ഒരു ഭയമാണ്. എങ്ങനെ നമ്മൾ ഈ സമൂഹത്തിൽ നമ്മുടെ മക്കളെ ഏത് രീതിയിലാണ് നമ്മൾ വളർത്തിക്കൊണ്ടുവരിക? ഇന്ന് നിങ്ങൾ പത്രത്തിൽ കണ്ടിട്ടുണ്ടാവും, 10ാം സ്കൂളിൽ പഠിക്കുന്ന 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി തൂങ്ങി മരിച്ചിരിക്കുകയാണ്. എന്താണ് റീസൺ? കേട്ടില്ലേ നിങ്ങൾ? ഗാനമേളയ്ക്ക് പോണ്ട, പരീക്ഷ സമയമാണ്, ഗാനമേളയ്ക്ക് പോണ്ട എന്ന് പറഞ്ഞ ആ രക്ഷിതാവ് തടഞ്ഞു എന്നുള്ളത് മാത്രമാണ് അവിടെ ചെയ്ത തെറ്റ്. നമ്മളുടെയൊക്കെ കുട്ടിക്കാലങ്ങൾ ആലോചിക്കുക. നമ്മളെ രക്ഷിതാക്കൾ അറിയാതെ നമ്മൾ ഒരു സ്ഥലത്തേക്ക് നമ്മൾ പോകാറുണ്ടോ? നമ്മൾക്ക് കൃത്യമായ ഒരു സമയം ഉണ്ടായിരുന്നു. 6 മണി അല്ലെങ്കിൽ 7 മണിക്ക് ശേഷം വീട്ടിൽ കടക്കരുത്. അപ്പൊ അതിന്റെ അർത്ഥം 7 മണി കഴിഞ്ഞ് വന്നാൽ വീട്ടിലേക്ക് പോകണ്ടല്ലോ, നമ്മൾ എവിടെയെങ്കിലും അലിഞ്ഞു തിരിയുക എന്നുള്ളതല്ല അതിന്റെ ലക്ഷ്യം. എന്താണ്? അതിന് മുൻപേ നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് എത്തണം എന്നുള്ളതാണ് അവരുടെ ആവശ്യം. കണ്ണമ്മ, പഞ്ചായത്ത് സെക്രട്ടറി ഹരികൃഷ്ണൻ, വാർഡ് മെമ്പർമാരായ സവിത, സുരേഷ് ബാബു, സജിത, CDS ചെയർപേഴ്സൺ പ്രസന്ന, HI രജനി, JHI ബിന്ദു, രശ്മി, പ്രേരക്മാർ, അംഗൻവാടി ടീച്ചർമാർ എന്നിവർ പങ്കെടുത്തു. CCN കടമ്പഴിപ്പുറം. കാർബൺ ന്യൂട്രൽ പദ്ധതിയുടെ ഭാഗമായി ഔഷധ ഗ്രാമത്തിന് തുടക്കം കുറിച്ച് ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത്. ലോക വനദിനത്തോടനുബന്ധിച്ച് ഒറ്റപ്പാലം MLA അഡ്വക്കേറ്റ് K പ്രേംകുമാർ വലമ്പിലിമംഗലം ALP സ്കൂളിൽ ചന്ദനത്തൈ നട്ട് ഉദ്ഘാടനം ചെയ്തു. 14 വാർഡുകളിലായി 14 ഔഷധ ഇനങ്ങൾ നമ്മുടെ നാട്ടിൽ ജനങ്ങളുടെ നല്ല സഹകരണത്തോടുകൂടി ഇവിടെ രൂപപ്പെടുത്തിയെടുക്കാനുള്ള ശ്രമമാണ്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൂചിപ്പിക്കുകയുണ്ടായി, ഇത്തരമൊരു പദ്ധതി നടപ്പിലാക്കുന്നതിന്റെ പുറകിലുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് നിശ്ചയമായും കാർബൺ ന്യൂട്രൽ ആയിട്ടുള്ള ഒരു സമൂഹം എന്നതാണ്. കാർബൺ സന്തുലിതമായിട്ടുള്ള ഒരു സമൂഹം. നമുക്ക് കാർബൺ ആവശ്യമാണ്, പക്ഷെ അന്തരീക്ഷത്തിൽ ഇന്ന് പല നിലയിൽ കാർബണിന്റെ അളവ് കൂടുതലായി വന്നിരിക്കുകയാണ്. കോവിഡ് കാലത്തൊക്കെ നമ്മൾ കേൾക്കുകയുണ്ടായി, ദൂരെ നിന്ന് താജ്മഹൽ കൃത്യമായി കാണാതിരുന്ന ഒരു കാലമായിരുന്നു. എന്നാൽ കോവിഡ് കാലത്ത് വാഹനങ്ങളെല്ലാം ഓടാതിരുന്ന സന്ദർഭത്തിൽ താജ്മഹൽ വളരെ കൃത്യമായി വ്യക്തമായി കാണാൻ കഴിയുന്ന സ്ഥിതി ഉണ്ടായി. നമ്മുടെ നാട്ടിലെ ഒട്ടനേകം അത്തരത്തിൽ മനുഷ്യൻ പ്രകൃതിക്ക് ചെയ്യുന്ന പല നിലയിലുള്ള മനുഷ്യന്റെ സാന്നിധ്യം മൂലം അഥവാ ഇടപെടൽ മൂലം ഉണ്ടാക്കുന്ന അത്തരം ദോഷങ്ങളെ കുറച്ചുകൊണ്ടുവന്ന ഒരു കാലം കൂടിയായിരുന്നു കോവിഡ് കാലം എന്ന് ഓർമ്മപ്പെടുത്തുകയുണ്ടായി. കാർബൺ ന്യൂട്രൽ പദ്ധതിയുടെ ഭാഗമായി ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിലെ 14 വാർഡുകളിൽ എല്ലാ വീടുകളിലും 14 ഇനത്തിൽ നിന്ന് തിരഞ്ഞെടുത്ത ഓരോ ഔഷധ വൃക്ഷത്തൈകൾ നട്ടു സംരക്ഷിക്കുന്ന ഔഷധ ഗ്രാമം പദ്ധതിക്കാണ് തുടക്കം കുറിക്കുന്നത്. 1ഉം 2ഉം വാർഡുകളിലേക്കുള്ള തൈകൾ വിതരണം ചെയ്തുകൊണ്ട് പദ്ധതിക്ക് തുടക്കം കുറിച്ചു. പ്രമുഖ പരിസ്ഥിതി സംഘടനയായ അടയ്ക്കാപുത്തൂർ സംസ്കൃതിയുടെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ഓരോ വാർഡ് അംഗങ്ങളെയും ചുമതലപ്പെടുത്തി വിതരണം ചെയ്യുന്ന തൈകൾ വ്യക്തമായ വിവരശേഖരണത്തിലൂടെ സംസ്കൃതി സ്റ്റുഡൻസ് ക്ലബിന്റെയും ഹരിതകർമ്മസേന അംഗങ്ങളുടെയും സഹകരണത്തോടെ പരിപാലിച്ച് നിരീക്ഷിച്ച് 3 മാസത്തിലൊരിക്കൽ അതത് വാർഡംഗങ്ങൾ പഞ്ചായത്തിന് റിപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് പദ്ധതി ആവിഷ്കരിച്ചിട്ടുള്ളത്. ഔഷധഗ്രാമം പദ്ധതിയുടെ 1ാം ഘട്ടം 5 വാർഡുകളിൽ തൈകൾ വിതരണം ചെയ്യുമെന്നും തുടർന്ന് ഘട്ടം ഘട്ടമായി പദ്ധതി പൂർത്തീകരിക്കുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് C രാജിക അറിയിച്ചു. വൈസ് പ്രസിഡന്റ് M സുകുമാരൻ, വാർഡ് അംഗങ്ങളായ C ഹരിദാസ്, M ഗിരിജ, K സുമതി, MK ദ്വാരകനാഥൻ, സംസ്കൃതി പ്രവർത്തകരായ രാജേഷ് അടയ്ക്കാപുത്തൂർ, UC വാസുദേവൻ, KT ജയദേവൻ, സനിൽ കളരിക്കൽ, ഗോവിന്ദൻ വീട്ടിക്കാട്, പ്രസാദ് കരിമ്പുഴ തുടങ്ങിയവർ സംസാരിച്ചു. CCN കടമ്പഴിപ്പുറം. വേണ്ട ലഹരിയും ഹിംസയും എന്ന മുദ്രാവാക്യമുയർത്തി ഡിവൈഎഫ്ഐ ആലിപ്പറമ്പ് പാറക്കണി യൂണിറ്റ് നേതൃത്വത്തിൽ
ലഹരിക്കെതിരെ പാറക്കണ്ണിയിൽ ജനകീയ കവചം സംഘടിപ്പിച്ചു. മുൻ ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി ഷംസുദ്ദീൻ ആലിപ്പറമ്പ് അധ്യക്ഷനായി. ലഹരി വിരുദ്ധ സന്ദേശമുയർത്തി പാറക്കണ്ണിയിൽ നിന്നും പെരിന്തൽമണ്ണ വരെ 16 കിലോമീറ്റർ ഓടിയ കെ മുഹമ്മദ് അൻഫൽ, എൻ ജിനേഷ്, ഒ മുഹമ്മദ് അജ്മൽ എന്നിവരെ ചടങ്ങിൽ അനുമോദിച്ചു. കെ മുഹമ്മദ് ഫയാസ് ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലി നൽകി. എക്സൈസ് അസിസ്റ്റന്റ് ഓഫീസർ കെ രാമൻകുട്ടി, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് എം മുഹമ്മദ്, PTA പ്രസിഡന്റ് മൊയ്തീൻ കളപ്പാട്ടിൽ, ടൊറന്റോ ക്ലബ് സെക്രട്ടറി പി രൂപേഷ്, കെ മമ്മി, കെ കമറുദ്ദീൻ, കെ നിഷാദ്, MP ശ്രീജിൽ എന്നിവർ പ്രസംഗിച്ചു. യൂണിറ്റ് സെക്രട്ടറി പി മുഹമ്മദ് മുഹസിൻ സ്വാഗതവും കെ റുവൈസ് നന്ദിയും പറഞ്ഞു. CCN പെരിന്തൽമണ്ണ. CPIM പെരിന്തൽമണ്ണ ഏരിയ കമ്മിറ്റി മുഹമ്മദ് മുസ്തഫ പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ EMS AKG അനുസ്മരണവും പഠന ക്ലാസും സംഘടിപ്പിച്ചു. അലങ്കാർ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി വി ശശികുമാർ ഉദ്ഘാടനം ചെയ്തു. ഇടതുപക്ഷത്തിന്റെ പ്രധാനപ്പെട്ട മുദ്രാവാക്യം എന്താണ്? തൊഴിലാളിയുടെ പ്രശ്നം, കൂലിയുടെ പ്രശ്നം, ശമ്പളത്തിന്റെ പ്രശ്നം, മാന്യമായ വേതനം കിട്ടണം, മിനിമം വേജസ് കിട്ടണം, ഇതൊക്കെയാണ് നമ്മളെ പ്രധാന സംഭവം. കൃഷിക്കാരന്റെ ഉൽപ്പന്നങ്ങൾക്ക് വില കിട്ടണം, സ്ത്രീ പുരുഷ സമത്വം, ഇതൊക്കെയുള്ള നമ്മളാക്കി മാറ്റുന്ന അതൊക്കെയാണല്ലോ. മതവും വിശ്വാസത്തിനേക്കാളേറെ മാനവികതയാണ് നമ്മളുടെ പ്രത്യേകത. അതൊക്കെയല്ലേ കമ്മ്യൂണിസ്റ്റുകാരുടെ പ്രത്യേകത. ആ കമ്മ്യൂണിസ്റ്റുകാർ ഉന്നയിക്കുന്ന തൊഴിലാളിയുടെ പ്രശ്നം ആരേറ്റെടുക്കാൻ പോവുകയാണ്? കേരളത്തിലെ പിന്തിരിപ്പന്മാരേറ്റെടുക്കാൻ. അതിൻ്റെ ഡ്രസ് റിഹേഴ്സലാണ് കഴിഞ്ഞ ഇത്രയും ദിവസമായി നടന്നുകൊണ്ടിരിക്കുന്ന തിരുവനന്തപുരത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ആശ സമരം. ഇ രാജേഷ് അധ്യക്ഷത വഹിച്ചു. സി ദിവാകരൻ ക്ലാസ് എടുത്തു. കെ ശ്യാംപ്രസാദ്, പി ഗോവിന്ദപ്രസാദ്, എം മുസ്തഫ എന്നിവർ സംസാരിച്ചു. CCN പെരിന്തൽമണ്ണ. പെരിന്തൽമണ്ണ GLP വെസ്റ്റ് സ്കൂളിൽ സമൂഹ നോമ്പുതുറ സംഘടിപ്പിച്ചു. സ്കൂളിലെ മുഴുവൻ കുട്ടികളും രക്ഷിതാക്കളും ജനപ്രതിനിധികളും ക്ലബ് അംഗങ്ങളും ജനകീയ നോമ്പുതുറയിൽ പങ്കെടുത്തു. എല്ലാവരെയും സ്നേഹിക്കാനും പരസ്പരം ബഹുമാനിക്കാനും പുതുതലമുറയെ വാർത്തെടുക്കാനും എല്ലാവരെയും പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് സമൂഹ നോമ്പുതുറ സംഘടിപ്പിച്ചത്. മുൻ നഗരസഭാ ചെയർമാൻ സി ദിവാകരന്റെ നേതൃത്വത്തിൽ അധ്യാപകരും PTA-യും സംയുക്തമായാണ് സമൂഹ നോമ്പുതുറ സംഘടിപ്പിച്ചത്. പ്രധാന അധ്യാപകൻ മണികണ്ഠൻ സ്വാഗതം പറഞ്ഞു. സക്കീർ ഹുസൈൻ റംസാൻ സന്ദേശം നൽകി. സി ദിവാകരൻ, ശ്രീധരൻ, ലിയാഖത്ത് അലിഖാൻ, ഷൺമുഖൻ, രജീഷ്, പ്രജിത്ത്, ബിന്ദു പരിയാപുരത്ത് എന്നിവർ സംസാരിച്ചു. സ്കൂളിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ഇത്തരമൊരു പരിപാടി സംഘടിപ്പിക്കുന്നതെന്ന് സ്കൂൾ അധികൃതർ അറിയിച്ചു. CCN പെരിന്തൽമണ്ണ. പെരിന്തൽമണ്ണ ചെമ്മലശ്ശേരി കിളിക്കുന്നുകാവ് ആലിക്കൽ ഭഗവതി ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ച് ചെമ്മലശ്ശേരി ആത്മകളരി വില്ലേജ് സംഘാംഗങ്ങൾ അവതരിപ്പിച്ച കളരിപ്പയറ്റ് ദൃശ്യവിസ്മയമേകി. വിപിൻ ഗുരുക്കളുടെ ശിക്ഷണത്തിൽ കളരി അഭ്യസിച്ച വിദേശികളടക്കമുള്ള 40-ലധികം പേരാണ് ആയോധന കലയിലെ പ്രാവീണ്യം പ്രദർശിപ്പിച്ചത്. തായമ്പക, ഭക്തിഗാനസുധ, പ്രസാദ് പുളിക്കലിന്റെ പ്രഭാഷണം എന്നിവയും നടന്നു. CCN പെരിന്തൽമണ്ണ. മലമ്പൂർ സൗഹൃദ കൂട്ടായ്മ സമൂഹ നോമ്പുതുറ സംഘടിപ്പിച്ചു. സ്ത്രീകളും കുട്ടികളുമടക്കം 1500ഓളം പേർ നോമ്പുതുറ സംഗമത്തിൽ പങ്കെടുത്തു. വലമ്പൂർ പഴയമഹൽ ജുമാത്ത് പള്ളി ഖത്തീബ് ഹംസ ഫൈസി സംസാരിച്ചു. നാടിനെ നശിപ്പിക്കുന്ന മുഴുവൻ ശക്തികളെയും ഇല്ലാതാക്കാൻ നമുക്ക് കഴിയുമെന്ന് മഹൽ ഖത്തീബ് സംസാരത്തിൽ ഓർമ്മപ്പെടുത്തി. മറ്റുള്ളവരുടെ നമ്മൾ എന്തൊക്കെയാണ് കറുക്കുന്നത് ഇഷ്ടപ്പെടാത്തെങ്കിൽ ആ കാര്യങ്ങൾ നാം ഒഴിവാക്കുകയും ചെയ്ത് മറ്റുള്ള ആളുകളെ സന്തോഷിപ്പിക്കുന്ന ഒരു അവസ്ഥാവിശേഷം നിങ്ങളിൽ നിന്ന് ഉണ്ടായി വരുമ്പോഴാണ് നിങ്ങൾ ഏറ്റവും നിഷ്കൃഷ്ടരാകുന്നത് എന്ന് ഈ മഹത്തായിരിക്കുന്ന ഗ്രന്ഥമായി ഹൈന്ദവ സഹോദരന്മാർ കാണുന്ന അവർക്കുള്ള ഭഗവത്ഗീതയിൽ 6-ാം അധ്യായത്തിൽ 32-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ പരിശുദ്ധമായിരിക്കുന്ന ഇസ്ലാമിക സന്ദേശമാണ് ലോകത്തിന് നൽകുന്നത്. നിങ്ങളുടെ സ്വന്തം ശരീരത്തിലേക്ക് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന കാര്യം തന്റെ സഹോദരനും ഇഷ്ടപ്പെടുന്ന നിങ്ങളെപ്പെട്ടവരാളും പരിപൂർണ്ണ വിശ്വാസിയാവുകയില്ലെന്നാണ്. CCN പെരിന്തൽമണ്ണ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കുറുക്കന്റെ കടിയേറ്റ് ചികിത്സയിലായിരുന്ന വീട്ടമ്മ മരിച്ചു. തിരൂർക്കാട് ഇല്ലത്തുപറമ്പ് പുഴയ്ക്കൽ കാളിയാണ് തിങ്കളാഴ്ച രാവിലെ മരിച്ചത്. മാർച്ച് 8 രാവിലെ തിരൂർക്കാട് ശിവക്ഷേത്രത്തിനു സമീപം വയലിൽ വെച്ചാണ് കുറുക്കൻ കടിച്ച് പരിക്കേൽപ്പിച്ചത്.
അലനല്ലൂർ പഞ്ചായത്തിലെ മലയോര മേഖലയായ ചളവ താണിക്കുന്ന് പ്രദേശങ്ങളിൽ വേനൽ മഴയ്ക്കൊപ്പം എത്തുന്ന ശക്തമായ കാറ്റ് നാശം വിതച്ചു. വ്യത്യസ്ത ദിവസങ്ങളിലുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും ലക്ഷക്കണക്കിന് രൂപയുടെ വാഴകൃഷി നശിച്ചു. കാർബൺ ന്യൂട്രൽ പദ്ധതിയുടെ ഭാഗമായി ഔഷധ ഗ്രാമത്തിന് തുടക്കം കുറിച്ച് ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത്. ലോക വനദിനത്തോടനുബന്ധിച്ച് ഒറ്റപ്പാലം MLA അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ വലംഭിലിമംഗലം ALP സ്കൂളിൽ ചന്ദനത്തൈ നട്ട് ഉദ്ഘാടനം ചെയ്തു. വിൽപ്പനയ്ക്കായി അനധികൃതമായി കൊണ്ടുവന്ന വിദേശ മദ്യവുമായി 2 പേർ കല്ലടിക്കോട് പോലീസിന്റെ പിടിയിൽ. 50 ലിറ്റർ വിദേശ മദ്യം ഇവരിൽ നിന്നും പിടിച്ചെടുത്തു. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക്. മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. മദർ കെയർ ഹോസ്പിറ്റൽ പ്രൊവൈഡിംഗ് കെയർ വിത്ത് കൈൻഡ്നസ്.